നമസ്കാരം. യുവർ മണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ച ശേഷമുള്ള ആദ്യത്തെ യുവർ മണിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ എന്തെല്ലാമാണ് പ്രവാസികൾക്കുള്ളത് എന്ന കാര്യമെല്ലാം നമുക്ക് ഇന്ന് പരിശോധിക്കാം. എന്നോടൊപ്പം ഉള്ളത് ബെർജിൽ ജിയോജിത്തിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായ KV ഷംസുദ്ദീൻ സാറാണ്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കും. ഇന്ന് മാർക്കറ്റും വലിയ തോതിൽ തന്നെ അപ്പായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ സാർ. എന്താണ് മാർക്കറ്റിലെ ഒരു ബജറ്റിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണോ കാണുന്നത്, അതോ അമേരിക്ക തീരുവ? യഥാർത്ഥത്തിൽ മാർക്കറ്റിൻ്റെ പ്രതികരണം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം മാർക്കറ്റ് സൺഡേ ആണല്ലോ പ്രസൻറ്റ് ചെയ്തത്. അന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അന്ന് മാർക്കറ്റ് ഉയർന്നില്ല. പിന്നെ ഇന്നലെയും അത്രയും പ്രതിഫലനം കണ്ടില്ല, പോസിറ്റീവായിട്ടൊന്നും കണ്ടില്ല. പക്ഷേ ഇന്നാണ് മാർക്കറ്റ് ഉയർന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ മാർക്കറ്റ് 83,717 എത്തിയിട്ടുള്ളത് 2051 പോയിൻ്റ് ഉയർന്നിട്ടാണ് ഇന്നൊരു ദിവസം. അപ്പോൾ ഒരു നല്ല ചലനമാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രധാന കാരണം പറയേണ്ടത് അമേരിക്കയുമായിട്ടുള്ള ധാരണ തന്നെയാണ്. കാരണം അത്രയും വലിയ ഒരു ഡ്യൂട്ടിയാണ് ഇന്ത്യയുടെ മുകളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് താഴോട്ട് കൊണ്ടുവരാൻ സാധിച്ചത് വലിയൊരു നേട്ടമായിട്ട് തന്നെ കാണണം. പ്രത്യേകിച്ചും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ശക്തിയായിട്ടുള്ള ഇടപെടലുകൾ അതിന് ഫലം ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇന്ത്യ മറ്റു പല നാടുകളുമായിട്ടുണ്ടായിട്ടുള്ള ശക്തിയായിട്ടുള്ള വ്യാപാര വ്യവസായ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകൾ, അങ്ങനെ നിരവധി മേഖലകളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ശക്തിയായിട്ടുള്ള എഗ്രിമെൻറ്റുകൾ, പ്രധാനമായിട്ട് EU രാജ്യങ്ങളുമായിട്ടുള്ള എഗ്രിമെൻ്റ് ഏറ്റവും സുപ്രധാനമായിട്ട് കാണേണ്ടതുണ്ട്. കാരണം 1.44 ബില്യൺ പോപ്പുലേഷനുള്ള ഇന്ത്യയുടെ ഏകദേശം ജനസംഖ്യ EU നാടുകളെല്ലാം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ അത്രയും വലിയ ഒരു സമൂഹത്തിനുമായിട്ട് ഉള്ള എഗ്രിമെൻ്റ് ആവുക എന്ന് പറയുന്നത് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. മാത്രമല്ല വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന നിലയിലെത്തിയിട്ടുള്ള നാടുകളുമായിട്ട് നമുക്ക് ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ സാധിച്ചത് വലിയ ഗുണം ചെയ്യുന്നതാണെന്നുള്ള യാതൊരു സംശയവുമില്ല. അതിനോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഭയാനകമായിട്ടുള്ളൊരവസ്ഥയാണ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രപ്പോസലുകളും നമുക്ക് അനുഭവപ്പെട്ടത്. ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ വിപരീതമായിട്ട് ബാധിക്കുന്ന, അതുപോലെ ഇന്ത്യയിൽ നിന്ന് US ജോലി ചെയ്യുന്നവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, അങ്ങനെ പലവിധ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതെല്ലാം മഞ്ഞുരുകിയതുപോലെ മെൽറ്റായി പോയിരിക്കുന്നു എന്നുള്ളത് വേണം കാണാൻ. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം തന്നെ നമുക്ക് കണ്ടത്. ഇനി അങ്ങോട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മാർക്കറ്റിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ, പോസിറ്റീവ് പ്രതിഫലനങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടൊരു കാര്യം ഉണ്ടായത് സെമി കണ്ടക്ടർ ഉൽപ്പാദനത്തിന് വേണ്ട ഗവൺമെൻറ്റിൻ്റെ മുൻഗണന നൽകിയതാണ്. കാരണം അത് ഇന്ന് ലോകത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു മൈക്രോ ചിപ്പാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ അഭാവം കൊണ്ട് പല ഉൽപ്പന്നങ്ങളും ആവശ്യത്തിനനുസരിച്ച് വിപണിയിൽ ഇറക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മുടെ മായിട്ട് ഇന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ചൈന, US, കൊറിയ മുതലായ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ മൈക്രോ ചിപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഇന്ത്യയുടെ വരവ് വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ആവശ്യമുള്ള സെമി കണ്ടക്ടർ ആവശ്യമുള്ള പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമ്പോൾ അത് വലിയ ഒരു
മുന്നേറ്റം നമുക്കുണ്ടാകും. പല ഇലക്ട്രോണിക് മേഖലയിലും മറ്റു വ്യവസായ മേഖലയിലും ഓട്ടോമൊബൈൽ മേഖലയിലെല്ലാം തന്നെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വർഷം കഴിയുമ്പോൾ 2027 ആകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പല ഫാക്ടറികളും ഓൾറെഡി ടെസ്റ്റ് മാനുഫാക്ചറിങ് തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിൽ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഫാക്ടറികളെല്ലാം വരാൻ പോകുന്നേ ഉള്ളൂ. അതെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യ ഉൽപ്പാദിപ്പിച്ച സെമി കണ്ടക്ടറിൻ്റെ എക്സ്പോർട്ട് വഴി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, വേണമെങ്കിൽ അത് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് പറയാൻ സാധിക്കില്ല, വളരെ കാലങ്ങളായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൊരു കാര്യം, വളരെ പുരാതനമായിട്ടുള്ള ഒരു ഇൻകം ടാക്സ് സിസ്റ്റമാണ് നമുക്കുള്ളത്. ആ കാലത്ത് ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഓൺലൈനായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ലാത്തൊരു കാലത്താണ് അന്നത്തെ നമ്മളുടെ ഇൻകം ടാക്സ് ഫയലിംഗ് സിസ്റ്റം, ലോ എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്, ലോകം തന്നെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇൻകം ടാക്സ് ഇയർ 2025 എന്നുള്ള പുതിയ സംവിധാനം വരാൻ പോകുന്നത്. ഇതിൽ മുമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള വകുപ്പുകളും കോംപ്ലിക്കേഷനും എല്ലാമായിരുന്നു ഇൻകം ടാക്സ് ഫയലിംഗ് സിസ്റ്റത്തിലും ലോ നോക്കിക്കഴിഞ്ഞാൽ അതിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് വളരെ കാലങ്ങളുടെ പരിശ്രമപരമായിട്ടാണ് അത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 2026-27 കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ ഇയർ, ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ, അതായത് ഇന്ന് നമ്മൾ കഴിഞ്ഞു പോകുന്ന ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ, അതായത് ഏപ്രിൽ 1 മുതൽ തുടങ്ങുന്ന 2026-27 വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, 2025 എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫയൽ ചെയ്യാൻ പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് എല്ലാ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. വളരെ കാലത്തെ പരിശ്രമഫലമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവത്തിൽ പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ നിയമമായിട്ടും വരാൻ പോകുന്ന ആ സംവിധാനത്തെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് കാണുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഇന്ത്യയിലുള്ള ടോട്ടൽ ജനസംഖ്യയും റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ നമ്പർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ പലരും പറയും നമ്മൾ എന്തൊരു ചെറിയ സാധനം വാങ്ങിയപ്പോഴും GST കൊടുക്കുന്നുണ്ടല്ലോ. അതല്ല, അത് നമ്മുടെ രാഷ്ട്രത്തിന് കൊടുക്കുന്ന ടാക്സാണ്. അതേ സമയത്ത് ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കുവാൻ അവകാശപ്പെട്ട ആളുകൾ, അതിനുള്ള ബാധ്യതയുള്ള ആളുകൾ മുഴുവൻ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇന്ന് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ ഒരു 4 ഇരട്ടിയെങ്കിലും ആവേണ്ടതുണ്ട്. പക്ഷേ അതില്ലാത്തത് ഇതിൻ്റെ സങ്കീർണത ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ കൂടെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ വളരെ മാറ്റം വരും. അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ടാക്സായിട്ട്, ഇൻകം ടാക്സായിട്ട് തന്നെ വലിയൊരു സംഖ്യ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നാടിൻ്റെ വികസനത്തിന് വളരെയധികം സഹായകമാകുന്ന സാഹചര്യമാണ് അതിലുണ്ടായിരിക്കുക. എന്നതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ പല കാര്യങ്ങളിലും TDS പിടിക്കുന്നുണ്ട്. ഈ TDS പിടിക്കുന്നത് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ പാൻ കാർഡ് നോക്കിയിട്ട് എന്തെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. അത്
ഇതെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും റിട്ടേൺ ഫയൽ ചെയ്താൽ റീഫണ്ട് കിട്ടേണ്ട എമൗണ്ട് ഉണ്ടാവും. അതെല്ലാം കിട്ടുവാൻ വളരെയധികം സമയമെടുക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും ഈ വർഷം പല ആളുകൾക്കും റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടേണ്ട റീഫണ്ടുകൾ കിട്ടാത്തൊരവസ്ഥ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും അത് വലിയൊരു മാറ്റങ്ങളാണ്. പ്രത്യേകിച്ചും പ്രവാസികളിൽ ധാരാളം ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടവരാണ്, പക്ഷെ പലരും അത് ചെയ്യുന്നില്ല. ഉദാഹരണമായി നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ പ്രേക്ഷകരെ പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭാഗം ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ റെഡീം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിൽക്കുമ്പോൾ TDS 2 തരത്തിൽ TDS പിടിക്കുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 12% TDS പിടിക്കുന്നു, ഒരു വർഷത്തിന് മുമ്പാണെങ്കിൽ ഉയർന്ന TDS പിടിക്കുന്നു. ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും പിടിക്കുന്നു. അതേസമയത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് അധികം ആളുകൾക്ക് ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളത് പിടിക്കുമ്പോൾ പല ആളുകൾക്കും അറിയില്ല. UAE ജീവിക്കുന്ന ആളുകൾക്ക് അവർ ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ പിടിച്ചിട്ടുള്ള മുഴുവൻ സംഖ്യയും നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം ഇപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. അതിനെ അറിഞ്ഞാൽ തന്നെ പലരും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുവാൻ മടിക്കുന്നു, വിമുഖത കാണിക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. നമ്മൾ ഇൻകം ഉണ്ടായാൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് ഒരു പൗരൻ എന്ന നിലയിൽ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ബാധ്യതയാണ്. അത് കൊടുക്കുന്നതിൽ എന്താണ്? അതേ സമയത്ത് നമുക്ക് പല ആനുകൂല്യങ്ങളും നിയമപരമായിട്ട് നിയമത്തിൻ്റെ 4 അതിർത്തികൾക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഡബിൾ ടാക്സേഷൻ ട്രീറ്റി ഇന്ത്യയും UAE തമ്മിൽ ഉള്ളതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന GCC പല നാടുകൾക്കും ആ ട്രീറ്റി സൈൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് UAE ലഭിക്കുന്നത് പോലെ തന്നെ മറ്റു പല GCC നാടുകളിലും അല്ലാത്ത നാടുകളിലും ട്രീറ്റി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ 182 ഡേയ്സിൽ കൂടുതൽ UAE ഉണ്ടായിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്. അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര സംഖ്യയാണോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട് വിൽക്കുമ്പോൾ പിടിച്ചിട്ടുള്ളത്, ആ സംഖ്യ മുഴുവൻ തന്നെ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇത് എത്ര വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സും ഞാനും തന്നെ ഇത് അവൈൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇത് നമുക്ക് അനുവദിച്ച് തന്ന കാര്യമാണ്. നമ്മൾ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനർഹമായ ഒരു കാര്യമല്ല ആവശ്യപ്പെടുന്നതെന്ന് തോന്നരുതാരും. നമ്മളുടെ അവകാശമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസ്ഥയിൽ റിട്ടേൺ ഫയൽ ചെയ്യുക. അതുകൊണ്ട് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ നമ്മൾ നേടിയെടുക്കുക. അതൊരിക്കലും തെറ്റല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ പല ആനുകൂല്യം കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസ്, അതിന് ചില റിബേറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾക്കും അത് നിങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എക്സംഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, അത് ഉപയോഗപ്പെടുത്തിക്കോളൂ എന്നവർ പറഞ്ഞു തരും. അതനുസരിച്ച് അങ്ങനെയുള്ള അഡ്വൈസ് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സത്യസന്ധമായിട്ട് നമ്മുടെ ഇൻകം മുഴുവൻ ഡിസ്ക്ലോസ് ചെയ്യുകയും അതിൽ നിന്നെല്ലാം കിട്ടുന്ന ആനുകൂല്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇനി മറ്റൊരു പ്രധാന കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിക്കാനുണ്ടായി, കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ഇന്ത്യക്ക് സുവർണ കാലഘട്ടമായിട്ട് കാണണം. നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ
യാത്ര ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അതേ സമയത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2025 അവസാന 6 മാസങ്ങളിലാണ്. പക്ഷേ അത് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇപ്പോൾ UAE ആയിട്ട് ചില ധാരണകൾ വീണ്ടും എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ചില ധാരണകൾ എത്തിക്കഴിഞ്ഞു. അതുപോലെ GCC കൺട്രി മിക്കവാറും എല്ലാ നാടുകളായിട്ട്, എന്നതുപോലെ തന്നെ കൊറിയ, അതുപോലെ ജപ്പാനായിട്ട് വലിയൊരു ട്രീറ്റി സൈൻ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ EU ആയിട്ട് നടത്തി. അതിനും പുറമെ US ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭാഷണത്തിലേ നടന്നിട്ടുള്ളൂ. അതിനി ഒരു എഗ്രിമെൻ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുക. അങ്ങനെ വളരെയധികം നാടുകളായിട്ട് 10-15 നാടുകളായിട്ടാണ് പല എഗ്രിമെൻറ്റുകളും സൈൻ ചെയ്തിട്ടുണ്ട്. ഈ എഗ്രിമെൻറ്റുകളെല്ലാം തന്നെ 2 നാടുകളുടെ നന്മകൾ ഉദ്ദേശിച്ച്, അഭിവൃദ്ധി ഉദ്ദേശിച്ചും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിലെ ഉൽപ്പാദന വർധനവിന് കാരണമായി തീരും. ജീവിത ചെലവ്, പല ഉൽപ്പന്നങ്ങളും നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ. അതിൻ്റെ വില കുറയുവാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അതേ സമയത്ത് പല ഉൽപ്പന്നങ്ങളും നമ്മൾ കയറ്റി അയക്കുന്നത്, പ്രധാനമായിട്ട് ബാസ്മതി റൈസ്, അതിന് അമേരിക്കയിൽ നമ്മൾ ഒരു സമയത്ത് പറയുകയുണ്ടായി, അത് നമ്മളുടെ ആവശ്യമായിരുന്നു. അമേരിക്ക ഇങ്ങനെ നികുതി ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ടാക്സ് കൂട്ടും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി മിസ്റ്റർ ട്രംപ് തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവിടെ ഉള്ള എത്രയോ വലിയ ക്വാണ്ടിറ്റി അരി ഇറക്കുമതി ചെയ്തിരുന്നു. പഞ്ചാബിൽ നിന്നുള്ള പ്രത്യേകിച്ചും ബാസ്മതി റൈസ്, പല ഹൈ ക്വാളിറ്റി ബാസ്മതി റൈസ് ഇറക്കുമതി ചെയ്തിരുന്നു. കാരണം അത് നമ്മൾ മാത്രമല്ല അമേരിക്കൻസും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അത്ര വില വർദ്ധിച്ചപ്പോൾ പോലും അത് അമേരിക്കയിൽ ലഭ്യമായിരുന്നു. അത്രയും ഉയർന്ന ടാക്സ് നൽകിക്കൊണ്ട് വാങ്ങിക്കാൻ അവർ സന്നദ്ധരായിരുന്നു എന്ന് കാണുവാൻ സാധിച്ചു. അപ്പോൾ ഉരുളക്ക് ഉപ്പേരി എന്ന് പറയുന്നത് പോലെ ഇങ്ങോട്ട് കിട്ടിയപ്പോൾ അങ്ങോട്ടും കൊടുക്കുന്ന ഒരു നിലപാട്, ശക്തിയായിട്ടുള്ള നിലപാട് നമ്മുടെ പ്രധാനമന്ത്രി എടുത്തതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചു. നമുക്ക് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുവാൻ അത് സഹായകമായി. അപ്പോൾ അത് അത്രയും ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിട്ടുള്ള വ്യത്യാസം, അതുപോലെ EU ആയിട്ട് സൈൻ ചെയ്തതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് ധാരാളം ഫോറിൻ കാറുകൾ ഇറക്കുമതി ചെയ്തിരുന്നു. അത് അതിന് വലിയ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്നതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ചെറിയ കാറുകൾ മറ്റു പല നാടുകളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ നാടുകളിലും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉൽപ്പാദന ചെലവ് കുറയുന്നതോടുകൂടി തീർച്ചയായിട്ടും അത്തരം ഇറക്കുമതി, ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി മറ്റു പല നാടുകളും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ ഇത്തരം എഗ്രിമെൻറ്റുകളുടെ ഫലമായി ഉണ്ടാകും. അത് ജീവിത ചെലവിൻ്റെ കാര്യങ്ങളിലായാലും അതുപോലെ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലും അഭിവൃദ്ധികൾ ഉണ്ടാവുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും എന്നാണ് എല്ലാ വിദഗ്ധരും പ്രഖ്യാപിക്കപ്പെട്ടതായിട്ട് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് വലിയ ഗുണകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക് ഇതുകൊണ്ടുണ്ടാകുന്നത് എന്നുള്ള നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ കാണണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, മാർക്കറ്റ് താഴ്ന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഒരു അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം 86,000-ൽ കൂടുതൽ സെൻസെക്സ് എത്തിയതിൽ നിന്നാണ് 81,000-ലേക്ക് താഴോട്ട് വന്നത്. 5,000 പോയിൻ്റ് താഴുന്ന അവസ്ഥ ഉണ്ടായി. ആ സമയത്തെല്ലാം നമ്മൾ പറഞ്ഞത് ധാരാളം ഓഹരികളുടെ വില വളരെ താഴോട്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നിക്ഷേപിക്കാൻ
നല്ല അവസരമാണ്, അത് ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേസമയത്ത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ 2000 പോയിൻറ്റിൽ കൂടുതൽ ഉയർന്നപ്പോൾ അന്ന് പറഞ്ഞ ആ നിലവാരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കെല്ലാം നല്ല നേട്ടങ്ങൾ ഇന്നത്തെ ഈ ഇൻഡെക്സിൽ കൊയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യമായാലും നമുക്ക് കാണുവാൻ സാധിച്ചു, മെനിയാന്നാണ് കുത്തനെ താഴോട്ട് വന്നൊരു സാഹചര്യം കണ്ടു. അപ്പോൾ ഇതൊക്കെ വെള്ളിയിലും താഴോട്ട് വരുന്ന സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള വരുന്ന സമയത്ത് ചെയ്യേണ്ട നടപടികൾ ഓരോ വ്യക്തിയും ആലോചിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അപ്പോൾ താഴോട്ട് വരുന്ന സന്ദർഭം വാങ്ങുവാനും ഉയർന്നു പോകുന്ന സന്ദർഭം വിൽക്കുവാനും ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ, ഓയിൽ ഇങ്ങനെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറേ പണം മുടക്കുന്നു, ചിലപ്പോൾ വാങ്ങിക്കുന്നു, ചിലപ്പോൾ വിൽക്കുന്നു. അതൊന്നും ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ നിർബന്ധമാണ്. എനിക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയാൽ ഞാൻ സന്തുഷ്ടനാണ്, ഈ വിലയിൽ ഞാൻ കൊടുക്കും എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അതുപോലെ ഇത്രയും നല്ല കമ്പനികളാണ്, ആ കമ്പനിക്ക് ഈ വിലയിലൊക്കെ എപ്പോഴാണോ എത്തുന്നത് ആ സമയത്ത് ഞാൻ വാങ്ങിച്ചിരിക്കും എന്നുള്ള ഒരു സൂചന നമ്മൾ എഴുതി വച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ അറിയാതെ പോകുന്ന അവസരങ്ങൾ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് അറിയാനുള്ള ഒരു മൂന്നാമതൊരു കണ്ണ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതില്ലാതിരുന്നാൽ നമ്മളുടെ പരിശ്രമങ്ങൾക്കൊന്നും വേണ്ടത്ര ഫലം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഓരോ നിക്ഷേപകരും മനസ്സിലാക്കണം. ഈ കാര്യം ഓഹരികൾക്ക് മാത്രമല്ല, മ്യൂച്വൽ ഫണ്ടിനും ബാധകമാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മുടെ പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷവും SIP ആയിട്ട് ചെയ്യുന്നവരാണ്. അവർക്ക് ഈ ഒരു ഏതാനും വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ വ്യതിയാനം ശരിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ 86-ൽ നിന്ന് താഴോട്ട് വന്ന സമയത്ത് വാങ്ങിക്കുമ്പോഴെല്ലാം കൂടുതൽ യൂണിറ്റുകൾ കിട്ടുന്നു എന്ന് സംതൃപ്തിയോടുകൂടി പലരും അത് സൂക്ഷ്മമായി പരിശോധിച്ച് പറയുന്നവരെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നാളത്തെ NAV നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത അതേ നമ്പറുകൾക്ക് എത്രയോ യൂണിറ്റുകൾ കിട്ടിയോ അതിൻ്റെ വാല്യൂ നാളത്തെ റേറ്റിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പെർസെൻറ്റേജ് ഗ്രോത്ത് ഉള്ളതായിട്ട് കാണാം. അത് നമുക്ക് എല്ലാ സെഗ്മെൻറ്റിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇനി അതും മാർക്കറ്റ് ഉയരുവാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കാണണം. അപ്പോൾ എഗ്രിമെൻറ്റുകളുടെ പ്രതിഫലനം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ തിരിച്ചുവരവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സാറ് ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ ബജറ്റ് അനുസരിച്ച് ഇപ്പോൾ പുതിയ ഗോൾഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പ്രവാസികൾക്ക് ഗുണകരമായ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതെ, അത് യെസ്, വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. കാരണം നമുക്ക് 67-ലാണെന്ന് തോന്നുന്നു ഈ ബഗേജ് റൂള് വന്നത്. അതിൽ ചെറിയൊരു മാറ്റം വന്ന് ഗോൾഡിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നത് ഏതാനും വർഷം മുമ്പാണ്. ആദ്യം 10,000 ഉറുപ്പികയുടെ ഗോൾഡ് പുരുഷന്മാർക്കും 20,000 ഉറുപ്പികയുടെ ഗോൾഡ് സ്ത്രീകൾക്കും കൊണ്ടുപോകാമായിരുന്നു ഡ്യൂട്ടി ഇല്ലാതെ. അത് മാറ്റം വരുത്തി നിരന്തര പരിശ്രമം, നിരന്തരമായിട്ട് നമ്മൾ റെപ്രസെൻറ്റേഷനും ഇതെല്ലാം അയച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടായൊരു മാറ്റം, അത് 50,000-ഉം 1,00,000 ആയി. 50,000 പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് 1,00,000 ഉറുപ്പിക വിലയുള്ള ആഭരണം കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഗോൾഡ് കൊണ്ടുപോകാം എന്നുള്ള നിയമം ഭേദഗതി ഉണ്ടായി. അതെല്ലാവരും വളരെയധികം സന്തോഷം സ്വീകരിച്ച ഒരു സന്ദർഭമാണ്. അതേ സമയത്ത് നമ്മൾ എപ്പോഴൊക്കെ നിവേദനങ്ങൾ കൊടുത്തു ആ സമയത്തെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇപ്പോൾ സാധാരണ നമ്മുടെ ബാഗേജ് റൂള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം 200 സിഗരറ്റ് കൊണ്ടുപോകാം,
അതുപോലെ 2 ലിറ്റർ ആണെന്ന് തോന്നുന്നു സ്പിരിറ്റ് കൊണ്ടുപോകാം നികുതിയില്ലാതെ എന്നെല്ലാം ക്വാണ്ടിറ്റി പറഞ്ഞിരിക്കുന്നു. അതേ സമയത്ത് ഗോൾഡിൻ്റെ കാര്യത്തിൽ വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മോഡിറ്റിയാണ് ഗോൾഡ്. ആ ഗോൾഡിൻ്റെ കാര്യത്തിൽ ഈ ക്വാണ്ടിറ്റി അതുകൊണ്ട് ആണ് പറയേണ്ടത്, അതാണ് അതിൻ്റെ ന്യായമായിട്ടുള്ള കാര്യം. പക്ഷേ അത് പറയാതെ വാല്യൂ ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. പുരുഷന്മാർക്ക് 20 ഗ്രാം ഗോൾഡും സ്ത്രീകൾക്ക് 40 ഗ്രാം ഗോൾഡും കൊണ്ടുപോകാമെന്ന് നികുതിയില്ലാതെ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡിന് വില കൂടിയാലും നമുക്ക് അത്രയും കൊണ്ടുപോകാം, കുറഞ്ഞാലും നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അത് വളരെ അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫോറിനേഴ്സിന്, അതുപോലെ തന്നെ NRIകൾക്കും ചില കമ്പനികളിൽ ഇത്രയും പെർസെൻറ്റേജിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ചില നിബന്ധനകൾ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഗുണകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ കേരളം പല കാര്യങ്ങളും പ്രതീക്ഷിച്ചിരുന്നു കേന്ദ്ര ബഡ്ജറ്റിൽ. അതായത് നമുക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരുമെന്ന് പറഞ്ഞിരുന്നു, അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുപോലെ ഒരു പാരലൽ ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അതും നമുക്ക് കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തു വന്നാലും റെയിൽവേ കൊണ്ടുവരും എന്നുള്ള ഒരു നിലപാടാണ്. അത് 1,00,000 കോടിയിൽ കൂടുതൽ കോസ്റ്റ് വരുന്ന ഒരു സ്കീമാണ് എന്നുള്ളത് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ദീർഘകാലം പിടിച്ചേ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ആദ്യ സ്ട്രെച്ച്, പിന്നെ 2, 3, 4 സ്ട്രെച്ചായിട്ടായിരിക്കും ഈ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ എത്ര വർഷം പിടിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ടത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ NH-66 ഇത്ര വേഗത്തിൽ പണി തീർന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സംയുക്തമായി ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ട് ആയിരിക്കണം ഇത് ഉണ്ടാവേണ്ടത് എന്നാണ് ഇപ്പോഴും നമുക്ക് തോന്നുന്നത്. എന്നാൽ മാത്രമേ അത് വേഗത്തിൽ നടപ്പാവുകയുള്ളൂ. അത് സംഭവിക്കട്ടെ എന്നാണ് പ്രത്യേകം ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ പാർലമെൻറ്റ് മെമ്പർമാരെല്ലാം തന്നെ പാർലമെൻറ്റിൽ വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മനോഭാവം മാറ്റി അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഈ ബഡ്ജറ്റ് പാസ്സാവുന്നതിന് മുമ്പ് ഉണ്ടാകുമെന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നതുപോലെ തന്നെ അതൊക്കെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട മറ്റൊരു 7 കോറിഡോറുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളുമായി ഹൈ സ്പീഡിൽ കൂട്ടിയിണക്കുന്നതാണ്. ഇത് ഒരു തരത്തിലും കേരളവുമായി ബന്ധപ്പെടുന്നില്ല എന്നത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിലൊന്നും രാഷ്ട്രീയമായി കാണാതെ നാടിൻ്റെ മൊത്തം വികസനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും സംയുക്തമായി പങ്കാളികളാവണം എന്നുള്ള മനോഭാവം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു സംസ്ഥാനമായാലും ഒരു മൊത്തം രാഷ്ട്രമായാലും എല്ലാം നമ്മൾ നോക്കേണ്ടത് ഒരു കൈ മാത്രം വളർന്നാൽ അതൊരു വൈകല്യമായിട്ടാണ് നമ്മൾ കാണുക. അല്ലെങ്കിൽ ഒരു കൈ മാത്രം ചെറുതായി പോയാൽ അതും വൈകല്യമാണ്. എന്നതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും തുല്യമായി വളർച്ച വന്നാലേ അതൊരു വൈകല്യമില്ലാത്ത വളർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യ എല്ലാം ഒരുപോലെ ഒരേ രൂപത്തിൽ വളരണം എന്നുള്ളൊരു മനോഭാവം എല്ലാവർക്കും ഉണ്ടാവണം. ഇന്ത്യയിലെ എല്ലാ ജനതയ്ക്കും ഉണ്ടാവണം, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാവണം. അങ്ങനെ ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായമാണ്
ഉള്ളത്. എന്തായാലും ഏറ്റവും അഭിമാനകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഈ ഏതാനും മാസങ്ങളിലായിട്ട് ഇന്ത്യയും മറ്റു നാടുകളും ഉണ്ടായിട്ടുള്ള എഗ്രിമെൻറ്റുകൾ, അതിനുവേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി വളരെയധികം യാത്ര ചെയ്യുകയും അതിന് മുൻകൈ എടുക്കുകയും ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ വലിയ എഗ്രിമെൻറ്റുകൾ മറ്റു പല നാടുകളുമായിട്ട് ചെയ്യുവാൻ സാധിച്ചത് എന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ സമയം അതിക്രമിച്ചു തുടങ്ങി, സമയമായിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഇനി ഒന്നും തന്നെ പറയാനില്ല. പക്ഷേ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ധാരാളം അനുഭവങ്ങൾ, നിങ്ങൾ നിക്ഷേപം നടത്തുന്നവരാണ്. ആ നിക്ഷേപം നടത്തുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവങ്ങൾ ഈ വേദിയിൽ വന്ന് മറ്റുള്ള പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗുണകരമായി തീരും. കാരണം ഒരു അനുഭവസ്ഥൻ പറയുന്നത് മറ്റുള്ളവർക്ക് വലിയൊരു പാഠമായിരിക്കും. നമ്മളുടെ പലപ്പോഴും പലരും വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ പലതരത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഏത് നിക്ഷേപത്തെ പറ്റിയായാലും, നിങ്ങൾക്ക് ഭൂമിയിൽ നിക്ഷേപം, ഗോൾഡിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടാവും, അതുപോലെ ഓഹരിയിലും മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപം നടത്തിയിട്ടുണ്ടാവും, ബിൽഡിംഗ് എടുത്ത് വാടകയ്ക്ക് കൊടുത്ത അനുഭവങ്ങളുണ്ടാവും. അത് പോസിറ്റീവായിട്ടുള്ളതാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള രണ്ടും ജനങ്ങളുമായിട്ട്, നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഗുണകരമായിരിക്കും എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഓൺലൈനിൽ വന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് വലിയ ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിന് ശേഷം ഇന്ത്യക്ക് എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. അത് എല്ലാവർക്കും അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു. നമുക്ക് നമ്മുടെ നമ്പർ ബന്ധപ്പെടാനുള്ള നമ്പറൊന്ന് കാണിക്കാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി തരുന്നതാണ്. ഷംസുദ്ദീൻ സാറിൻ്റെ ഇമെയിൽ വിലാസവും ഞങ്ങൾ നൽകുന്നുണ്ട്. kvshams@gmail.com എന്ന വിലാസത്തിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. ഷാർജ, അബുദാബി, അതുപോലെ തന്നെ ദുബായ് ഓഫീസുകളുടെ നമ്പറാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വന്നും ഓഫീസുകളിലേക്ക് വന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ നൽകാൻ. വീണ്ടും ഇടപെട്ട് ഒരു കാര്യം കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 32 വർഷമായിട്ട് നൽകുന്ന നമ്പറാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എത്രയോ ആളുകൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുള്ള നമ്പറാണ്. അവർക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ ഫോൺ ബിസിയാണെങ്കിൽ അത് മിസ് കോളായിട്ട് കാണും. മിസ് കോളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ ഞാൻ ഫ്രീ ആവുന്ന ആ സമയത്ത് നിങ്ങൾ വിളിക്കും. അത് ഞാൻ ഉറപ്പ് തരാറുള്ളതാണ്. അഥവാ ഇനി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു മെസ്സേജ് അയക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വിളിക്കും. അത് ഈ ഒരു കാര്യം മനസ്സിലാക്കണം, മനഃപൂർവ്വമല്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ സവിനയം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ വിളിച്ച് ഞാൻ എടുക്കാതെ ഇരിക്കുന്നതല്ല, മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ, നമ്മുടെ നമ്പറുകൾ ഒരിക്കൽ കൂടെ പ്രേക്ഷകർക്കായി കാണിക്കുകയാണ്. ഇതാണ് നമ്പർ. കഴിഞ്ഞ 32 വർഷമായി ഇതേ നമ്പർ നൽകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യത കൂടിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ യുവർമണിയുടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.